പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 41ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് നേര്യമംഗലത്തു നിന്നുള്ള സാലി എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. പേര് സാലി വർഗീസ്, നേര്യമംഗലത്ത് നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉടമ്പടിയിലായിരിക്കുന്ന ഈ മകൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. 2019 ആദ്യം വന്ന് ഈ സഹോദരി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു. തുടർന്ന് നമുക്കറിയാവുന്ന പോലെ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. തുടർന്ന് 2022 പിന്നീട് ഇപ്പോൾ വരെ നിലനിൽക്കുന്ന ആ ഉടമ്പടി യാത്ര ആരംഭിക്കുന്നത്. ഇങ്ങനെ 2022 കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകളുടെ വലിയൊരു വിഷയം എന്നുള്ളത് 40 വർഷമായിട്ടുള്ള തലവേദനയാണ്. 40 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. ആ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് അസുഖങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 30 വർഷമായിട്ടുള്ള അസിഡിറ്റിയുടെ പ്രശ്നം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കിണറിൽ വെള്ളമില്ലാത്ത വിഷയമായി. ഇതെല്ലാം കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി വഴി, മരിയൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വഴി ഈ മകൾക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുന്നേറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില വ്യക്തികൾ താഴെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതം അനുഭവിച്ചറിയാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കിട്ടാൻ സാധിക്കുക എന്ന് കമൻ്റായിട്ട് ചില വ്യക്തികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവഹിതം എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ചില ഉത്തരങ്ങൾ ഈ സാക്ഷ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ മകൾ പറയുന്നുണ്ട്, എല്ലാവരെയും പോലെ തന്നെ സാധാരണ ഒരു മരിയൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന എല്ലാവിധ ബലഹീനതകളോട് കൂടിയിട്ടാണ് ഈ അമ്മയും ഈ ഉടമ്പടി ആരംഭിക്കുന്നത്. പറയുന്നുണ്ട്, എനിക്ക് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കാനൊക്കെ മടിയുണ്ട്. പക്ഷേ പോകെ പോകെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ അകതാരികൾ പഠിച്ച് വിശ്വസ്താപൂർവം അതിൽ ഈ സഹോദരി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ മകള് ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവപിതാവ് ആദ്യമേ തന്നെ 2022 ഇപ്രകാരം ഒരു തീരുമാനം എടുത്തുകൊണ്ട് കൃപാസനത്തിലോട്ട് മരിയൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ തന്നെ ഈ 40 വർഷമായിട്ടുള്ള തലവേദന എടുത്തു മാറ്റുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയങ്ങളൊന്നുമല്ല. ഈ മകള് മരിയൻ ഉടമ്പടിയിൽ വെച്ച ഒരു വലിയ നിയോഗമുണ്ട്. അത് ഇപ്രകാരമാണ്: വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ജീവിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ യെശയ്യാ 45:2-3 വാക്യങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. ഈ മരിയൻ ഉടമ്പടിയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്ന ഒരു വിഷയം ഈ സഹോദരി, അത് പരിശുദ്ധാത്മാവാണ് ഈ സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഞാൻ മരിയൻ ഉടമ്പടിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജനങ്ങളോട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്. അതായത് നിങ്ങൾ ഒരു നിയോഗം അത് ബ്ലാങ്ക് ആക്കി ഇടണം. അതുമല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഒരു നിയോഗം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ നിങ്ങൾ എഴുതണം എന്നുള്ളത്. കാരണം ചില വ്യക്തികളിൽ നിന്നൊക്കെ ദൈവം കൂടുതൽ അവർക്ക് നിത്യതയിൽ വലിയ പദവി അവർക്ക് ദൈവപിതാവ് അവരുടെ ആ ഒരു ദൈവിക പുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നീണ്ട വർഷങ്ങൾ എടുക്കും. ഉദാഹരണത്തിന് എൻ്റെ ജീവിതം തന്നെ എടുത്താൽ ഞാൻ ഇതെൻ്റെ 14ാം വർഷമാണ് കൃപാസനത്തിൽ വന്നിട്ട്. ഈ 14ാം വർഷമാണ് എനിക്കൊരു സഭാ വസ്ത്രം കിട്ടിയത്. അപ്പോൾ ഈ നീണ്ട നാളുകൾ കർത്താവിനെ ഒരുക്കി ദൈവം നേരത്തെ മുൻകൂട്ടി എന്നോട് പറഞ്ഞിരുന്നു 2025 നിൻ്റെ വർഷമെന്ന്. അപ്പോൾ ഞാനത് പല എപ്പിസോഡുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ചില വ്യക്തികളെ കൂടുതൽ ദൈവപുണ്യങ്ങളാൽ അവരെ കൂടുതൽ ഉയർത്താൻ വേണ്ടി, നിത്യതയിൽ വലിയ പ്രതിഫലം നൽകാൻ വേണ്ടി ചില വിഷയങ്ങളൊക്കെ ലാഗ് ചെയ്യിക്കും. ആ സമയം നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, വിശുദ്ധിയോടുകൂടി ജീവിതം ക്രമീകരിച്ച് മുന്നേറിയാൽ മാത്രമേ ഉള്ളൂ
നമുക്ക് ദീർഘക്ഷമയോടെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഈ മകള് ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അതായത് ഞാൻ ഈ ഒരു നിയോഗം പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു. അതായത് വിശുദ്ധിയിൽ നിറയപ്പെടാനും ദൈവസ്നേഹത്തിൽ നിറയപ്പെടാനും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതാണ്, ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു നടപടിയാണ് ഈ സഹോദരി പറയുന്നത്. അതായത് അബ്രഹത്തോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് ദൈവം അബ്രഹത്തോട് പറയുന്ന വലിയൊരു വാക്യമുണ്ട്, എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുക. അപ്പോൾ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുന്ന വ്യക്തികൾക്കാണ് വലിയ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ചില വിഷയങ്ങളൊക്കെ ലാഗ് ചെയ്യപ്പെടുമ്പോൾ ദീർഘക്ഷമയോടുകൂടി കാത്തിരുന്ന് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ആ സമയം വേല ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 2 നിയോഗങ്ങൾ ഈ മരിയൻ ഉടമ്പടിയിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് സമയത്തിൻ്റെ തികവിൽ എല്ലാ വിഷയങ്ങളുമാണ് ഈ അമ്മയ്ക്ക് നടന്നു കിട്ടിയത്. അതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് വീടില്ല എന്നുള്ളതാണ്. ഒരു വീട് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്തവൻ്റെ നൊമ്പരം അറിയില്ല. പക്ഷേ വാടക വീടുകളിൽ കയറി ഇറങ്ങി, അതുമല്ലെങ്കിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ, അതുമല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത ഒരു ഭവനത്തിൽ താമസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ഒരു വലിയ നൊമ്പരമാണ്. അപ്പോൾ ഈ മകള് ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നുണ്ട്. 40 വർഷമായിട്ടുള്ള തലവേദന, 30 വർഷമായിട്ടുള്ള ഗ്യാസ് അസിഡിറ്റി പ്രശ്നം, വീട്ടിലെ കിണറിലെ വെള്ളം ലഭിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു നൊമ്പരം ഈ അമ്മയെ അലട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പല വീടുകളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ മരിയൻ ഉടമ്പടിയിൽ ഇപ്രകാരം വിശുദ്ധിയോടുകൂടി വ്യാപരിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മകളുടേതായ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ മാറ്റി മരിയൻ ഉടമ്പടിയിൽ സ്വന്തമായിട്ടൊരു പെയിൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവമാതാവ് ഈ മകളുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു വലിയ തെളിവ് ഇതാണ്. ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2024 മെയ് മാസത്തിൽ ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി. അങ്ങനെ വീട് കാണാനായിട്ട് പല വീടുകളും കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാണാൻ പോയി ഒരു വീട്, അവിടെ ചെന്നപ്പോൾ അത് കുറേ വലിയ വീടാണ്, പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് ബ്രോക്കറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും കുറേ വീടുകൾ കണ്ടു, എന്നിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ഞങ്ങൾ ആ ബ്രോക്കർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ട വീട് തന്നെ ഒന്നും കൂടി കാണ്, അത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു വലിയൊരു ദൈവിക ഇടപെടൽ ഈ അമ്മ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അങ്ങനെ ഞങ്ങൾ ആ വീട് തന്നെ വീണ്ടും വന്ന് കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനമാണിത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോന്ന് പറഞ്ഞു. അത് 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനമാണ്. നീ നടക്കേണ്ട വഴി അത് നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. ഈ മകള് പറയുന്നുണ്ട്, ഞാൻ ഏഷ്യ 45:2 തിരുവചനമൊക്കെ എപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വചനമാണ്. പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മകൾക്ക് ഈ ഉടമ്പടിയിൽ മത്തായി 5:8 തിരുവചനം അനുസരിച്ച് ഹൃദയശുദ്ധിയോടുകൂടി വ്യാപരിച്ചപ്പോൾ, വിശുദ്ധിയോടുകൂടി വ്യാപരിച്ചപ്പോൾ ഈ മകൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിച്ചു. അതുമല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം നേരിട്ട് രുചിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ ഈ മാതാവ് ഈ മകളോട് പറയുകയാണ്, നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനമാണ് ഇത്, നീ സ്വന്തമാക്കിക്കോളാം. തുടർന്ന് നിങ്ങൾ ഈ മകളുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ മകള് സ്പെഷ്യലായിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഈ മകൾ പറയുന്ന പ്രകാരമാണ്, ഞാൻ സാക്ഷ്യങ്ങൾ ഒരു ദിവസം നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ വീഡിയോയിൽ നിന്ന് 10ഓളം സാക്ഷ്യങ്ങൾ മിക്കപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരോ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് ഈ മകൾക്കറിയാം താനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ മകൾക്കറിയാം. അപ്പം അവർക്ക് വേണ്ടത് എന്താണോ ആ സാക്ഷ്യങ്ങൾ ആ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വലിയൊരു പ്രേക്ഷിത ചൈതന്യം പേര് നടക്കുന്ന ഈ മകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ ദൈവിക ഇടപെടലും ഉണ്ടാവും. അതായത് ആദ്യം ഭവനം കിട്ടി, 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു, ആ മകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു വീട് പരിശുദ്ധ അമ്മ തന്നെ ഒരുക്കി കൊടുക്കുന്നു. വീണ്ടും ആ മകൾ പറയുന്നുണ്ട്, ഈ ഒരു പ്രായത്തിൽ
2 വീലർ ലൈസൻസ് കിട്ടിയ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ 20 വയസ്സുള്ള 18-20 വയസ്സുള്ള കൊച്ചുങ്ങളൊക്കെ അവിടെ വന്ന് പരാജയപ്പെടുമ്പോൾ മരിയൻ ഉടമ്പടി ഈ മകളെ വ്യത്യസ്തയാക്കി. ഈ ഒരു പ്രായത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഈ മകൾക്ക് ലൈസൻസ് കിട്ടും. അതായത് ഏറ്റെടുക്കുന്ന ഓരോ ദൗത്യങ്ങളിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള കയ്യൊപ്പ് നേടിയിട്ടാണ് ഈ മകള് വിജയം പ്രാപിക്കുന്നത്. ഇതാണ് ഈ സാലിയുടെ വലിയൊരു സാക്ഷ്യം എന്നുള്ളത്. ഈ ഒരു വചനം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വന്നെങ്കിലും പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം സംഖ്യ 10:35-36 തിരുവചനമാണ്. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുന്ന് ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. ഇത് മരിയൻ ഉടമ്പടിയിലായിരിക്കുന്നവര് ദിവസവും രാവിലെ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ്. നിങ്ങൾ രാവിലെ ഭവനങ്ങളിൽ നിന്ന് മരിയൻ ഉടമ്പടി തൈലം ലേപനം ചെയ്ത് പുറത്തോട്ട് പോകുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു ജീവിത വിഷയത്തിനായി പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പേറുന്ന ഈ മരിയൻ ഉടമ്പടി കാശിരൂപവുമായിട്ട് പുറത്തോട്ട് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഒന്ന് ഇതാണ്. അതായത് പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരണമേ, അങ്ങയുടെ ശത്രുക്കൾ, അങ്ങയെ ദ്വേഷിക്കുന്നവർ ചിതറിപ്പോകട്ടെ എന്ന്. അതെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം, ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവ് നേടിത്തരുന്ന ആ ഒരു വിജയം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. ഈ സാലിയുടെ വിജയവും അതുതന്നെയാണ്. മരിയൻ ഉടമ്പടിയിൽ വിശുദ്ധിയോടുകൂടി മുന്നേറിയപ്പോൾ ദൈവം തന്നെയാണ് ഈ മകളുടെ ഏശയ്യാ 45:2 ഈ മകൾ പറയുന്ന ആ ഒരു വചനം അനുസരിച്ച് ഈ മകൾക്ക് മുമ്പേ പോയി ആ മകളുടെ വഴി ഒരുക്കി കൊടുക്കുന്നു. ആദ്യം ആ വീട് കണ്ട് തിരിച്ചു പോന്നെങ്കിലും ദൈവമാതാവ് അവസാനം ഈ മകളുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ്, അതുമല്ലെങ്കിൽ ആത്മാവിൽ മന്ത്രിക്കുകയാണ്, ഇത് നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനമാണ്. അത്രയും ആധികാരികമായി ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മരിയൻ ഉടമ്പടിയിൽ വിശുദ്ധിയോടുകൂടി പാലിച്ച് ദൈവത്തിൻ്റെ പ്രീതി സ്വന്തമാക്കിയതുകൊണ്ടാണ്. അത് പുറപ്പാട് 33:17 തിരുവചനമാണ്. പുറപ്പാട് 33:17 നമ്മൾ ഇപ്രകാരം വായിക്കും, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഈ ഒരു ലെവലിലോട്ടാണ് നമ്മൾ മരിയൻ ഉടമ്പടി വഴി വളരേണ്ടത്. അതിന് ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ കഴിഞ്ഞ ധ്യാനത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ടൈം ഉടമ്പടിയുടെ ആദ്യത്തെ പ്രാർത്ഥനയായ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടത് അത് 5:30 മണി തന്നെയാണ്. അതിൽ നിങ്ങൾ വെള്ളം ചേർക്കരുത്. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു ദിവസത്തെ ജീവിത ശൈലി, അതുമല്ലെങ്കിൽ ജീവിതചര്യ എന്നുള്ളത്. അപ്പോൾ അവിടെ മുതൽ കറക്റ്റ് ചെയ്ത് സാലി പറഞ്ഞതുപോലെ ദൈവ സ്നേഹത്തിൽ നിറയപ്പെടാൻ, ദൈവിക വിശുദ്ധിയാൽ നിറഞ്ഞ് ഓരോരോ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കും ഇതേപോലെ ദൈവഹിതം, നമ്മളെ പറ്റിയുള്ള, നമ്മുടെ ഓരോരോ ജീവിത വിഷയങ്ങളെ പറ്റിയുള്ള ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്നത്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഈ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു, ഹൃദയശുദ്ധിയുള്ളവരാണ് ഈശോയെ ദൈവത്തെ കാണുന്നത് എന്ന്. മരിയൻ ഉടമ്പടി വഴി നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു. ഉൽപ്പത്തി 17:1 തിരുവചനമനുസരിച്ച് നിന്റെ മുമ്പാകെ തന്നെ വ്യാപരിക്കുവാൻ, വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കർത്താവെ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ ദ്വേഷിക്കുന്നവർ പാലായനം ചെയ്യപ്പെടുവാനും ഈശോയെ ഞങ്ങളുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.